നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് രാവണന്റെ ഭാര്യ മണ്ടോദരിയല്ലേ? രാവണന്റെ ഭാര്യയല്ലടി, രാവണന്റെ കുഞ്ഞമ്മ. നിന്നോട് എത്ര തവണ പറഞ്ഞതാ ഇത് തള്ള സർലയാന്ന്. അപ്പൊ ആരാ ഈ സുസ്മിത? ഓ, മൊത്തം പൊളിക്കല്ലടി മറുതേ. ആരാ? ഞാൻ ചിറക്കൽ ബാലേന്ദ്രൻ. അതെ, ചിറക്കൽ ബാലേന്ദ്രൻ. ചെറുക്കൽ ബാലചന്ദ്രനോ? അല്ലല്ല, ചിറക്കൽ രാമചന്ദ്രൻ. രാമചന്ദ്രൻ തന്നെ. തെറ്റിക്കലുടെ പൊട്ടി. ഇതെന്റെ ഭാര്യ ശശി. കല. അതെ അതെ, ശശികല. ചെറുക്കൽ രാമചന്ദ്രനും ശശികലയും? അതും ഞങ്ങളുടെ വീട്ടിലേക്ക്? എവിടെ? ഞങ്ങളുടെ മകൻ ജഗദീപ് കുമാർ. നോക്കിക്കോളൂ, നിങ്ങൾ അവനെ 7 പർവ്വതങ്ങൾക്കും 7 സമുദ്രങ്ങൾക്കും അക്കരെയുള്ള കൊട്ടാരക്കെട്ടിൽ പൂഴ്ത്തിവെച്ചാലും ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചിരിക്കും. പാതാളത്തിലെ തീക്കടലിലോ മേഘമാലകൾക്ക് മുകളിൽ കൂടി കെട്ടിയാലോ ഞങ്ങൾ അവനെ തെരഞ്ഞുപിടിക്കും. വരൂ. വരൂ. സുസ്മിതേ, എടി സുസ്മിതേ. നിനക്കും ഓർമ്മയുണ്ടല്ലേ ആ ഡയലോഗ്? പിന്നെ മാവേലിക്കര സംഘജ്യോതിയുടെ തെങ്ങിൻ മുകളിൽ തേങ്ങുന്ന ഹൃദയം ഓർമ്മയുള്ളത് കൊണ്ടല്ലേ ഞാൻ അച്ചായനൊപ്പം കട്ടയ്ക്ക് പിടിച്ചത്. അവിടെ വെച്ചല്ലേ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായതും. അത് മാത്രം ഒരു തോൽവി. ഒന്നുമില്ല. നിങ്ങൾ അകത്തേക്ക് വരൂ. ഇരിക്ക. സുസ്മിതേ, ജഗദീപ് കുമാർ ചുരിദാറാണോ ഇടുന്നത്? അല്ല, ചുരിദട്ട്. നോക്ക് മനുഷ്യ, ജഗദീപ് പുറകെ ഇറങ്ങി വരുന്നുണ്ട്. മോനെ, അത് അയ്യോ, എന്റെ അച്ഛനും അമ്മയും. ഇതാണോ എന്റെ മോൻ ജഗദീപ് കുമാർ? അച്ഛാ, അച്ഛാ, അമ്മ. മോനെ, കൊള്ളാം. അച്ഛൻ എന്താ എന്റെ അടുത്തൊരു പിണക്കം പോലെ? നീ എന്നോട് മിണ്ടല്ല. കാരണം ഏതാനും നാളുകൾക്കകം നിറപറയും നിലവിളക്കമുള്ളൊരു കതിർ മണ്ഡപത്തിൽ കയറേണ്ടവരാടാ നീ. അവിടെ വിവാഹ സ്വപ്നങ്ങളുമായി ഒരു പെൺകുട്ടി നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അവളുടെ സ്വപ്നങ്ങളാണ് മോനെ നീ ഒരു കസ്മലിനെ പോലെ ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് തെറ്റിയെന്ന് വെച്ചാ? ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിനക്കെന്താണ് കാര്യം? അച്ഛനെ പോലെ പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവാത്ത എന്താടാ ഉള്ളത്? പറയൂ. നിന്റെ ഈ പ്രായം കടന്നു വന്ന എന്നോട് പറയൂ. അച്ഛാ, നമ്മുടെ ബംഗ്ലാവിൽ എനിക്കെല്ലാം ഉണ്ട്. ഇട്ടുമൂടാനുള്ള പണം, രാജകീയമായ സൗകര്യങ്ങൾ, ഇഷ്ടങ്ങൾ അപ്പപ്പം നടത്തിത്തരാൻ ധാരാളം ഭൃത്യന്മാരുണ്ട്. പക്ഷേ അവിടെ കിട്ടാത്തൊന്നും ഇവിടെ ഉണ്ട്. ആദ്യമായി അത് കിട്ടി ഞാൻ പകച്ചുപോയച്ച. അത്രയ്ക്ക് പകയ്ക്കാൻ ഇവിടെ എന്നാ മോനെ ഉള്ളത്? യഥാർത്ഥ സ്നേഹം, ട്രൂ ലവ്, അത് ഈ പെൺകുട്ടിയുടെ ഈ അമ്മയുടെ കയ്യിലുണ്ട്.
പണം കണ്ട് കണ്ണു മഞ്ഞൾ ചുവ നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കുഞ്ഞുനാളിൽ ഞാൻ സ്വർണവും പണവും വാരി കളിക്കുമ്പോ അതിൽ കുളിക്കുമ്പോ കുറച്ച് സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്തിന് കുളിക്കാനോ? അല്ല, സ്നേഹം കൊണ്ട് എന്റെ മനസ്സ് നിറയാൻ, ഒന്ന് പൊട്ടിക്കരയാൻ, ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി പോകാതിരിക്കാൻ. ഡയലോഗ് എവിടെയൊക്കെയോ പാളിയല്ലോ. ഇപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഈ സ്ത്രീ എന്തോ കൈവശം കൊടുത്തിരിക്കുക എന്റെ മോന്. അവളെ രക്ഷിച്ചു. വീണ്ടും ട്രാക്കിൽ കയറി. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഒരു മകനെ വളർത്തി പോത്തുപോലെ ആക്കിയ ഒരച്ഛന്റെയും അമ്മയുടെയും സ്വപ്നങ്ങളാണ് സ്ത്രീയെ നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ചവിട്ടി ജനിച്ച് കളഞ്ഞത്. നിങ്ങൾക്കറിയോ, വാഷ്റൂമിലെ ക്ലോസറ്റ് വരെ സ്വർണം കൊണ്ട് നിർമ്മിച്ച KN പണിക്കർ എന്ന ബിസിനസ്സുകാരന്റെ മകൾ ധനലക്ഷ്മിയാണ് ഇവന് വിവാഹം ആലോചിച്ചത്. ധനലക്ഷ്മി ഇവന് വേണ്ടി കാത്തിരിക്കുക. ക്ലോസറ്റും നശിപ്പിച്ച് 18 അക്ഷോടിപ്പട കൊണ്ട് വേലി കെട്ടിയാലും സമുദ്രമധ്യത്തിലെ ഗോപുരത്തിൽ ഒളിപ്പിച്ചാലും ഈ ചിറക്കൽ രാമചന്ദ്രൻ സർവസന്നാഹങ്ങളുമായി വന്ന് എന്റെ ജഗതി കുമാറിനെ കൊണ്ടുപോയിരിക്കും. ഇത് സത്യം സത്യം സത്യം. അച്ഛാ, എന്നെ ഈ സ്നേഹത്തിൽ നകറ്റിക്കളയല്ലേ അച്ഛാ. സ്നേഹമില്ലാതെ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകും അച്ഛാ. എടാ, ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ കരിമ്പിൻ കാട്ടിൽ കയറിയ കാട്ടാനയെ പോലെ ചവിട്ടി ജനിച്ച നീ ഒരു മനുഷ്യനല്ലടാ. ജഗദീപേ, നമുക്കിടവേളയ്ക്ക് ശേഷം കാണാം. ശശി, നീ വാ. കല. അതെ, കല. വാ. വന്നേ. എന്താ അമ്മ, ഞാനിപ്പോഴും ആ ക്ലോസറ്റിന്റെ കാര്യം ആലോചിക്കായിരുന്നടി. അതല്ല, ആ പണിക്കരുടെ മകളുടെ കാര്യം. നീ ഒരാണായിരുന്നെങ്കിൽ അവളെ കൊണ്ട് കെട്ടിച്ചാ മതിയായിരുന്നല്ലോ എന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.